2K കിഡ്സിനിടയിൽ എന്തുകൊണ്ട് ഡ്രഗ്സ്? വിദ്യാർത്ഥിനി ആത്മഹത്യ ശ്രമിച്ച കേസിന് പിന്നിലും ലഹരി മാഫിയയുടെ പങ്ക് പുറത്തു വരികയാണ്. ലഹരി തലയ്ക്ക് പിടിച്ച യുവാക്കളുടെ അതിക്രമങ്ങൾ തുടർക്കഥ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് അതിന്റെ ശരിക്കുള്ള കാരണം? എന്താണ് നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഈ അടുത്ത കാലത്തായിട്ട് അവർക്കിടയിൽ ഈ സോഷ്യൽ മീഡിയ, സിനിമ ഇതെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ 2000-ന് ശേഷമുള്ള ജനറേഷൻ ജനിച്ച് വീണിട്ടുള്ളത് മാസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനിലേക്കാണ്. നമ്മളൊരു 10 പേജ് വായിക്കുന്ന സമയം കൊണ്ട് അവർക്കൊരു ബുക്കിൻ്റെ ഇൻഫർമേഷൻ അവരിലേക്ക് എത്താനുള്ള സോഴ്സ് അവരുടെ കയ്യിലുണ്ട്. എല്ലാ ഇൻഫർമേഷനും അവരുടെ കയ്യിലുണ്ട്. ശരിക്കും അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതെല്ലാം. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളിടത്ത് മാത്രമാണ് പ്രശ്നം. ഈ മാസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്ന് അറിയാത്തൊരു പ്രശ്നം മാത്രമേ ഈ ജനറേഷനുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ ഭയങ്കര ഭീകരവാദികളായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ, നമ്മുടെ പാരൻറ്റിങ്ങിലോ, സൊസൈറ്റിയിലോ എവിടെ നിന്നും അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ്, ഇതെങ്ങനെ കൊണ്ടുപോകണം, ഈ ഇൻഫർമേഷനൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, അല്ല ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഇടപെടണം എന്നുള്ള രീതി, അല്ലെങ്കിൽ സിനിമ ഏത്, റിയൽ ഏത് എന്നുള്ള വേർതിരിച്ച് അവരെ ഒന്ന് കാണാൻ അവരെ ഗൈഡ് ചെയ്താൽ മതിയാകും എന്നാണ് തോന്നുന്നത്. സോ ഗൈഡ് ദം പ്രോപ്പർലി.